പോരാട്ടം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ VKV റഹീമിനെ ക്ഷണിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ നമ്മളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏവർക്കും വേണ്ടി സ്വന്തം മകനായ നമ്മുടെ പ്രിയങ്കരനായ MLA ചാണ്ടി ഉമ്മൻ സാർ ഇവിടെ എത്തിയതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അസീസ്, ശ്രീ റഹീം, സ്നേഹം നിറഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള സുഹൃത്തുക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ വിട പറഞ്ഞ് ഈ 18-ാം തീയതി 2 വർഷം പൂർത്തിയായി. ഞാനൊരു മുഖപരിയോടുകൂടി അദ്ദേഹത്തെ ഒന്നും ഇപ്പോഴും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. കേരളത്തിലെ പിഞ്ചു കുട്ടികളടക്കം എല്ലാവർക്കും അദ്ദേഹം എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്നത് ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശിവാസേട്ടൻ, പ്രിയങ്കരനായ പോണ്ടിച്ചേരിയുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പ്രിയപ്പെട്ട ശ്രീ സത്യനാഥൻ അവർ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന നേതാവ് കൂടിയായ ശ്രീ NS നസൂർ അവർ, പ്രിയപ്പെട്ട ശ്രീ MV സതീശൻ അവർ, ശ്രീ അസീസ് നാലുപുരയിൽ അവർ, പ്രിയപ്പെട്ട സുരേഷ് പുത്തുപറമ്പ്, ശ്രീ ദാസൻ പുത്തലത്ത്, ശ്രീ അനിൽ തച്ചോളി, ശ്രീ VK റഹീം, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. കാരണം നമുക്കറിയാം നമ്മുടെ സാഹചര്യം മഴയാണ്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കുക, അതും ഇത്രയും നല്ല ഒരു സറൗണ്ടിങ്ങിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പലതവണ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് മണ്ഡലത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും നല്ല സെറ്റിംഗ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല AC ഹോളും ഞങ്ങളുടെ നാട്ടിൽ പക്ഷെ അത്ര AC ഹോളായിട്ടില്ല. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കൊടുക്കാൻ സാധിക്കുക, അത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവിനോടുള്ള ശിവസേനടക്കമുള്ള ഇവിടുത്തെ നേതാക്കന്മാരുടെ സ്നേഹവും കരുതലുമാണ് ഇത്രയും നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുവാനുള്ള കാരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർത്തുകൊള്ളട്ടെ. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കാലം നമ്മുടെ രാജ്യം പല പ്രശ്നങ്ങൾ നേരിടുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സാണ്. ആ ഡ്രഗ്സിനെതിരെയുള്ള പ്രവർത്തനം നമ്മൾ വളരെ സജീവമായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ മുറ്റത്താണ് നമ്മുടെ വീട് മുറ്റത്താണ് നിൽക്കുന്നതെങ്കിൽ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഡ്രഗ്സ് വളർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനെതിരെ ഉള്ള ഒരു പോരാട്ടം നടത്തണം എന്നുള്ളത് അനിവാര്യതയാണ്. പക്ഷേ ഇത് വെറുതെ ഒരു ഡ്രഗ്സ് എങ്ങനെയോ വന്നു കയറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രാജ്യത്തിനെതിരെ നടത്തുന്ന വലിയ ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിയാം, പാകിസ്ഥാന്റെ ബോർഡറിൽ നമ്മൾ യുദ്ധം കണ്ടു. പക്ഷെ പാകിസ്ഥാൻ ചൈനയുടെ ഒരു ഉപകരണം മാത്രമാണ്. ചൈനയാണ് യഥാർത്ഥ ശത്രു. അതേ ശക്തികൾ ഈ രാജ്യത്തേക്ക് 9 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഡ്രഗ്സ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ, നമ്മളതിനെതിരെ ക്യാമ്പയിൻ നടത്തുക, നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ വീട്ടിലും ഇതിനെതിരെ വലിയ ഒരു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടേ ഇത് പോകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെതിരെ ജാഗ്രത പുലർത്താൻ കൂടിയുള്ള വേദിയായിട്ട് ഈ വേദിയെ മാറ്റാം. നമ്മുടെ മക്കളെ സംരക്ഷിക്കാം. തീർച്ചയായിട്ടും ഇവരുടെ കഴിവ് കണ്ടുകൊണ്ടാണ് ഇതിപ്പോ വരുന്നത്. ഇപ്പൊ നമ്മളെ നിമിഷപ്രിയയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. നിമിഷപ്രിയയുടെ കാര്യത്തിന് നമുക്ക് ലോകത്തെവിടെയും മലയാളിയുണ്ട്.
കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ അമേരിക്കൻ സ്പീക്കറിന് കത്തയച്ചു. സ്പീക്കറിന് കത്തയക്കാൻ കാരണം അവിടെ ഒരു മലയാളി ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്താം, അമേരിക്കൻ സ്പീക്കറിന് കത്തെഴുതുക, ആ കത്തെഴുതി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ കത്തെഴുതി ഇദ്ദേഹം സംസാരിച്ചു. പക്ഷെ അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇടപെടാൻ പരിമിതിയുണ്ട്, അവരുടെ കൺട്രോളിലല്ല. അതേപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഞാൻ കത്തെഴുതി. അവിടെ ഒരു മലയാളി MP ഉണ്ട്, സോജൻ ജോസഫ്. അദ്ദേഹം MP ആയി ജയിച്ചപ്പോൾ ഞാൻ ആദ്യം പോയി കണ്ട ഒരാളാണ്. ആദ്യം പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യം കഴിഞ്ഞ വർഷം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ശ്രമിക്കാം. പക്ഷെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു പരിമിതിയുണ്ട്. വത്തിക്കാനിലൂടെ ശ്രമം നടത്തി. മാർപ്പാപ്പയുടെ അവിടെ മലയാളി ഉണ്ട്, അദ്ദേഹം വഴി ശ്രമം നടത്തി. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുക. ഇവിടെ എല്ലാം നമ്മൾ ശ്രമം നടത്തി. ഇപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരാഴ്ച മുമ്പ് ഈ 16-ാം തീയതി വിധിയാണെന്ന് വന്നപ്പോഴത്തേക്ക് അതിനെ ഗവർണർ ശ്രീ രാജേന്ദ്രൻ അർലേക്കറിനെ കണ്ടു. അദ്ദേഹവും ഇതേപോലെ മലയാളികളെ തന്നെയാണ് വിളിച്ചത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ വിളിച്ചത്. ഏറ്റവും അവസാനം അതിനോട് ചേർന്ന് തന്നെ കാന്തപുരം ഉസ്താദിനെയും വിളിച്ചു. അദ്ദേഹം ഇന്ന് അതിന്റെ പ്രവർത്തനവുമായി വളരെ സജീവമായി അദ്ദേഹം ഇടപെട്ട് യമനിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഒരു മലയാളിയുണ്ട്. ലോകത്തെ മാറ്റുന്ന മലയാളികൾ പല ഭാഗങ്ങളിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല. വൈറ്റ് ഹൗസിൽ ഒരു മലയാളിയുണ്ട്, വത്തിക്കാനിൽ ഒരു മലയാളിയുണ്ട്, ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നമ്മളെ എവിടെ ഭരിച്ചോ ആ പാർലമെന്റിൽ ഒരു മലയാളിയുണ്ട്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളിയുടെ വളർച്ച. ഓസ്ട്രേലിയയിൽ ചെന്നാൽ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററിനെ മത്സരിച്ച ഒരു മലയാളിയാണ്. ഇപ്പൊ അവിടെ ഒരു മിനിസ്റ്റർ മലയാളിയായിട്ടിരിപ്പുണ്ട്. ഇപ്പൊ ആന്റണി MP സഹോദരപുത്രൻ ചാൾസ് ആന്റണി എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മലയാളിയുടെ കഴിവ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഡ്രഗ്സ് ഒഴുക്കുന്നത്. ഞാൻ വെറുതെ പറയാന്ന് വിചാരിക്കണ്ട. കാരണം ഞാനൊരു DGPയെ കാണാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ 2 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ഒന്ന് കേരളവും, 2 പഞ്ചാബും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി വെച്ചേക്കൂ. DGP പറഞ്ഞ കാര്യം പറയാം. 2 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ഒന്ന് പഞ്ചാബും, ഒന്ന് കേരളവും. പഞ്ചാബിലേക്ക് ഒഴുകാൻ കാരണമുണ്ട്. കാരണം പഞ്ചാബ് ഇന്ത്യയുടെ ആർമി ക്യാപിറ്റലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മികച്ച സൈനിക ശക്തി സൈനികരെ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എങ്കിൽ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയാണ് കേരള, അല്ലെങ്കിൽ വേൾഡ് ആണ് കേരള. അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ, ഈ ഇരിക്കുന്ന കുട്ടികളുടെ കഴിവ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. പലപ്പോഴും മാതാപിതാക്കൾക്കും അങ്ങനെ പ്രശ്നമുണ്ട്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അവർക്ക് കഴിവില്ല എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ കഴിവ് ലോകം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വിചാരിക്കണം. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങളൂടെ കൂടെ നിൽക്കണം. ഇന്ന് ഈ നിങ്ങളുടെ സ്വപ്നവും അവരുടെ സ്വപ്നവും ഒക്കെ തല്ലി തകർക്കുവാൻ വേണ്ടിയാണ് ഈ നാട്ടിലേക്ക് ഇത്രയും വലിയ തോതിൽ ഡ്രഗ്സ് ഒഴുക്കുന്നത്. എന്റെ മണ്ഡലത്തിൽ ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ വന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്, ഒരു മീനിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സ് കടത്തിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ ഡ്രഗ്സിന്റെ വളർച്ച ഉണ്ടാവുന്ന ഈ കുട്ടികൾ വളർന്ന് ലോകത്തെ മാറ്റുന്നവരായി മാറുമെന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലുന്നവരെ തിരിച്ചറിയുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം പക്ഷെ നാടിന് ദുരന്തമായി വരും, ഈ സമൂഹത്തിന് ദുരന്തമായി വരും. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നന്മേതാ തിന്മയാണ് തിരിച്ചറിയുക. പക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫോളോ ചെയ്യുക. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള, ആ സ്വപ്നങ്ങളെ നിങ്ങൾ അനുവദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ സ്വപ്നങ്ങൾ കാണും, ആ സ്വപ്നം അനുസരിച്ച് മാത്രമാവരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളോടൊപ്പം മക്കളുടെ സ്വപ്നം കൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു സംശയവും വേണ്ട, മലയാളി കുട്ടികൾക്ക് ലോകത്തെ മാറ്റുവാൻ സാധിക്കുന്ന ഒരു കുട്ടികൾക്ക് സാധിക്കത്തില്ല. സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് കിടക്കുന്നില്ല. ഉമ്മൻചാണ്ടി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ തന്നെ പുതിയ തലമുറയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിയും. യഥാർത്ഥ മനുഷ്യസ്നേഹി ആരോ അതാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനപ്പുറം അദ്ദേഹത്തിനൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പേര് തന്നെ സ്ഥാനമാക്കി മാറ്റിയ ഒരു മഹത്തായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം
ആരും ചോദിക്കാറില്ല. നിങ്ങൾ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, കേരളത്തിൽ ഒരേ ഒരു ഉമ്മൻചാണ്ടി അല്ലേ ഉള്ളൂ എന്ന്. അത് പേരുകൊണ്ടല്ല, അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പുതുതലമുറയിൽപ്പെട്ട ഒരാളാണ്. ഇന്നിവിടെ നമ്മൾ കുറേ കുട്ടികളെ ആദരിക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രാവീണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഈ സ്കൂളിൽ പറയുമ്പോൾ ഫ്രണ്ട് ബെഞ്ചേഴ്സുമുണ്ട്, ബാക്ക് ബെഞ്ചേഴ്സുമുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ആലോചിക്കും, ഈ പണ്ടുള്ള സിനിമകളിൽ ഈ ഒന്നും പഠിത്തമില്ലാതെ തൊഴിലില്ലാതെ സ്കൂളിലൊക്കെ പഠിച്ച് കറങ്ങിത്തിരിഞ്ഞ് വരുന്ന ഒരാൾ നായകനായി പിന്നെ ബോംബെയിലോ എവിടെയെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ പോയി വലിയ പണത്തോടു കൂടി തിരിച്ചു വരുന്ന, അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന സിനിമകളാണ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ വാഴ സിനിമ കാണാത്ത ആളുകൾ ചുരുക്കമല്ലേ കുട്ടികളിൽ. വാഴ അത് തുടങ്ങി അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ കുട്ടികളെല്ലാം രക്ഷപ്പെട്ട് എവിടെയോ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ആ സിനിമ അവസാനത്തിലേക്ക് എത്തുന്നത്. അത് ഹാസ്യരൂപേണ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറഞ്ഞു നിർത്തുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പഠിച്ചാൽ മാത്രമേ ഉന്നതിയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടി ഈ കാലഘട്ടത്തിലെ സിനിമ, ന്യൂ ജനറേഷൻ സിനിമകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരികയാണ്. ആ കുട്ടികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിൽ അവരെ വിദ്യാഭ്യാസ രംഗത്തേക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് സജീവമായി കൊണ്ടുവരുന്നതിൽ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സമീപനം കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. വാർദ്ധക്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രസക്തിയില്ലാത്ത ഒരു മനുഷ്യനായി മാറിയില്ല. പ്രസക്തിയില്ല. സമൂഹത്തിൽ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനും ഓടിച്ചാടാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക നിൽക്കുന്ന സമയത്തും എൻ്റെ യൗവനത്തിൽ, തീക്ഷ്ണമായ യൗവനത്തിൽ പ്രസരിപ്പ് തന്നതും ആവേശം തന്നതും ഉമ്മൻചാണ്ടിയാണ്. 974 ഞാൻ മാഹിയുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് നിർബന്ധപൂർവം പറയുകയും അന്ന് പോൾ പി മാണിയും ഉമ്മൻചാണ്ടിയായിരുന്നു മാഹിയിലെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്ന കമ്മിറ്റിയുടെ പ്രധാന അംഗങ്ങൾ. എൻ്റെ പേര് ഉമ്മൻചാണ്ടി പറയുകയും എൻ്റെ ഫോണിൽ, അന്ന് നേരിട്ട് ഫോണൊന്നും കിട്ടാറില്ല, പോസ്റ്റ് ഓഫീസിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇന്നയാളെ വേണം, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും, അവിടെ വന്ന് നിൽക്കാൻ പറയുന്നു. അങ്ങനെ നിന്നപ്പോൾ അവിടുന്ന് സത്യൻ നോമിനേഷൻ കൊടുക്കണം 74. പക്ഷെ നിർഭാഗ്യവശാൽ മാഹിയിലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് എൻ്റെ മുമ്പിൽ എൻ്റെ നേതാവ് ഭരതൻ മത്സരിക്കട്ടെ, നിങ്ങളൊരു ചെറുപ്പമാണ് മാറിയിരിക്കും. ആ സമയത്ത് ഒരു അർഹിക്കുന്നൊരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നിലുണ്ട് എന്ന് തോന്നിയോ ആ മഹാവ്യക്തിത്വം. പലപ്പോഴും പിന്നീട് ഞങ്ങൾ പല രീതിയിലും ബന്ധപ്പെടുകയും എൻ്റെ സ്ഥാനം തെറിച്ച സമയത്തും ഉമ്മൻചാണ്ടി സാർ വന്നിരുന്നു. നമ്മളെ നാട്ടുകാരിയാണ്, പഴയ കൗൺസിലറാണ്, പുഷ്പവല്ലിയെ സബിനീഷ്. മികവാർന്ന സംഭാവനകൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ആസൂത്രണ വകുപ്പ് കീഴിലുള്ള ഭാരത് സേവാ സമാജിൻ്റെ ദേശീയ അവാർഡ് നേടിയ സുരേഷ് കുത്തുവർ. ശ്രീ VP റഫീഖ് 150ഓളം സിനിമയിൽ തലശ്ശേരിക്കാരനെ അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കും. എറണാകുളയിലെ വിദ്യാർത്ഥികളെ ശ്രീ റഫീഖ് കരിയാമ്പൻ.
ഇതിനിടയിൽ 500-ൽ പരം ഗാനങ്ങൾ പാടി പോസ്റ്റ് ചെയ്ത് സംഗീതം സ്വന്തം ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന എൻ്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ ജയൻ പരമേശ്വരൻ. എഴുത്തുകാരനായ ശ്രീ പെരുമാൾപുരം ജയചന്ദ്രൻ നമ്മുടെ നാട്ടുകാരനാണ്. ശരീര സൗന്ദര്യ മത്സരത്തിൽ നിരവധി അവാർഡുകൾ ലഭിക്കുകയും മദ്യം മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ മൻസൂർ മട്ടാമ്പ്രം. ബാബു പാറാൻ ഈ 29 വർഷത്തോളം തീർത്തും അവശരും അനാഥരുമായ മനുഷ്യരുടെ ഇടയിൽ സഹായിയായി പ്രവർത്തിച്ചു വരുന്ന, എല്ലാ ദിവസവും തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകുന്ന ശ്രീ ബാബു പാറാൻ. ശശികുമാർ സ്വരലയ ചേറ്റംകുന്ന്, തലശ്ശേരി കോളേജ് അധ്യാപകൻ, ഫ്രീലാൻസ് ജേർണലിസ്റ്റ്, പതിറ്റാണ്ടുകളായി തലശ്ശേരിയുടെ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുമുഖത്ത്. പ്രിയപ്പെട്ട തലശ്ശേരിയിലെ ജനകീയ ഡോക്ടർ, എവിടെയും ഏത് സമയത്തും എത്തുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട COT പുസ്തകം. കേരള മാപ്പിള കലാശാല ഗാനരചനയ്ക്ക് പീർ മുഹമ്മദിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പീർ കോ പ്യാർ പുരസ്കാരം നേടിയ ജവഹർ കൾച്ചറൽ ഫോറമിന്റെ ആത്മാവ് കൂടിയായ ശ്രീ ഉസ്മാൻ P. വടക്കുംപാൽ. പ്രശസ്ത ഗായിക ഡയാന ആൽഫ്രഡ്. തലശ്ശേരിയിലെ എല്ലാ പൊതുരംഗത്തും ഉണ്ടാകുന്ന പൊതുപ്രവർത്തകൻ ശ്രീ K. മുസ്തഫ തലശ്ശേരി. സാന്ദ്ര എസ് രാജ്. സാന്ദ്ര എസ് രാജ്. ഫാത്തിമ CP. ഫാത്തിമ CP രക്ഷാകർത്താവിന് വരാം. അടുത്തത് റാനിയ തനസ് MK. ഫാത്തിമത്തുൽ അമ്ര. ആരതി രാജ്. ഫൈക്ക ഫസിഷ്. മുഹമ്മദ് സമൻ ബാസിൽ.
നീഹ കൃഷ്ണ. നീഹ കൃഷ്ണ. ഫാത്തിമത്തുൽ ഷദ എം. ഫാത്തിമത്തുൽ ഷദ. അർജുൻ നിവേദ് VP. അർജുൻ നിവേദ്. ശ്രീപ്രിയ AK ആണോ? ആദ്യരാജ്. 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 കീർത്തന ബ്രിജേഷ്. അർഷിദ് ബി. അർഷിദ് ബി. അർഷിദ്. ഹിതൻ കൃഷ്ണ. ഹിതൻ കൃഷ്ണ. ആദം അഷദ് അലി. അനഘ കെ. അനഘ കെ. അനഘ കെ. ഹണിയം. ഹണിയം. അനുനന്ദ് ബി. അനുനന്ദ്. സ്നിഗ്ധ അനീഷ്. സ്നിഗ്ധ അനീഷ്. അഹനായ്. ആയുഷ് ബേബി. ആയുഷ്. ആരോമൽ ബി. ആരോമൽ ബി. ആരോമൽ. നയൻ ചന്ദ്ര. നയൻ ചന്ദ്ര. സദന്ത. ദേവാംഗി അസ്ജിത്. ദേവാഞ്ജന. ദേവാംഗിയാണ്. ആയിഷ സറ. ഞാൻ വേറെ വരണേ മുമ്പോട്ട്. ആയിഷ സറ ബേബ. ഫവാദ് ബിൻ നൗഷാദ്. ഫവാദ്. സ്പന്ദന. ശ്രിയ. ശ്രിയ. ശ്രിയ സന്തോഷ്. ശ്രിയ സന്തോഷ്. അക്ഷിത് കെ. അക്ഷിത് കെ. മുഹമ്മദ് ജസൽ. പാർത്ഥിത സജിത്. അരുണിമ. അരുണിമ കെ വി. ആമിന മുസ്തഫ. ആമിന മുസ്തഫ. ആദ്യരാജ്. ഹരിഹരിഷ്. ആദ്യരാജ്. ഗൗരവ് ജിതേഷ്. കീർത്തന MM. മുഹമ്മദ് സിയാൻ. മുഹമ്മദ് സിയാൻ. ജിദ്നാസ്. ജിദ്നായസ്. മുഹമ്മദ് ഷാസിൻ. ആരാധ്യ ബി.
ജിതൻ കൃഷ്ണ. ഇപ്പൊ 2 പേർക്കുള്ള കിറ്റ് നമ്മൾ നൽകുന്നത്, ബാക്കി ചോടേന്ന് നമ്മൾ നൽകുന്നതായിരിക്കും. കൂപ്പൺ ലഭിച്ചവർ ചോടെ വന്ന് വാങ്ങിക്കണം. മനസ്സിലായല്ലോ? ആകെ ഇപ്പോ ചാണ്ടി ഉമ്മൻ 2 കിറ്റ് നൽകും, ബാക്കി താഴേന്ന് തരുന്നതാണ്. സിദ്ദീഖ് ഒരാളും കൂടി വാ.